ഉച്ചയായപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. നമ്മുടെ മണക്കാട് ജബിലാനി റെസ്റ്റോറൻറ്റിൽ അവർ പുതുതായിട്ട് കല്യാണ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് അവരിവിടെ അൺലിമിറ്റഡ് ആയിട്ടാണ് കൊടുക്കുന്നത് ബിരിയാണി റൈസ്. അപ്പോൾ അത് കഴിക്കാൻ പോയാലോ എന്ന് എൻ്റെ ഫ്രണ്ട് വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഞാനും പറഞ്ഞു അതിനെന്താന്ന് പറഞ്ഞ് നമ്മൾ ബൈക്കും എടുത്ത് നേരെ നമ്മുടെ മണക്കാടുള്ള ജബിലാനിയിൽ എത്തിയിട്ടുണ്ടേ. അപ്പോൾ ഒരു ബീഫ് ബിരിയാണിയും ഒരു ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഈ രണ്ട് ബിരിയാണിയേ ഇവിടെ ഉള്ളൂ. എന്നോട് ഒരാൾ പറഞ്ഞത് ഇപ്പോൾ ജബിലാനിയിൽ അത്ര കസ്റ്റമേഴ്സൊന്നും ഇല്ല, തിരക്കൊക്കെ നല്ല കുറവാണെന്നാണ്. പക്ഷേ ഞാൻ ബിരിയാണി കഴിക്കാൻ പോയപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ ബീഫ് ബിരിയാണിയാണ് ട്രൈ ചെയ്ത് നോക്കിയത്. പപ്പടം ആദ്യം പൊടിച്ച് നമ്മുടെ ബിരിയാണിയിലോട്ടങ്ങ് ചേർത്ത് നോക്കി കേട്ടോ. എൻ്റെ ഫ്രണ്ടാണ് ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കിയത്. അല്ല, ചിക്കൻ പീസിലെ ലെഗ് പീസ് കൊള്ളായിരുന്നു. മറ്റേ സാധാ നമ്മുടെ പീസിൽ അത്ര ഫ്ലേവർ പിടിക്കാത്ത പോലെ തോന്നി. റൈസിൽ നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ. 120 രൂപയ്ക്ക് എന്തുകൊണ്ടും വർത്തായിട്ടുള്ള ബിരിയാണി തന്നെയാണെന്ന് ആദ്യത്തെ ആ ബൈറ്റിൽ തന്നെ നമുക്ക് മനസ്സിലായി. കാരണം ആ ഫസ്റ്റ് ടൈം അവർ കൊണ്ടുവരുന്ന സെർവിങ്ങിൽ തന്നെ നല്ല ക്വാണ്ടിറ്റിയിലാണ് കൊണ്ടുവരുന്നത്. റൈസും പീസായിരുന്നാലും ബീഫ് ബിരിയാണിയിൽ ഒരുപാട് പീസ് ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ബിരിയാണിയിൽ 2 പീസാണ്, ഒരു ലെഗ് പീസും ഒരു നോർമൽ പീസും. അപ്പോൾ ആദ്യത്തെ ആ സെർവിങ്ങിൽ തന്നെ റൈസ് ഒരുപാട് ഉണ്ടായിരുന്നു. പിന്നെ അൺലിമിറ്റഡ് ആണല്ലോ റൈസ്. അപ്പോൾ എങ്ങനെ ഇവർക്കിത് മുതലാകുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ 40 രൂപയുടെ ചിക്കൻ ഫ്രൈയും ഉണ്ട്. അത് നല്ല മുരിഞ്ഞ ചെറിയ പീസായിട്ടുള്ള എല്ലൊന്നും ഇല്ലാത്ത പീസാണ് കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ പൊരിക്കുന്ന പോലെയുള്ള ഒരു ചിക്കൻ ഫ്രൈയുടെ രീതിയിലാണ് ഇവിടെ പൊരിച്ചെടുത്തിട്ടുള്ളത്. ആ 40 രൂപയുടെ ചിക്കൻ ഫ്രൈ നമ്മൾ 2 പ്ലേറ്റാണ് വാങ്ങിച്ചത്. ആ ബിരിയാണി റൈസിൽ ആ ഫ്രൈയുടെ പൊടിയുടെ ഒപ്പം കൂട്ടി കഴിക്കാനൊക്കെ നൈസായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് തവണ അൺലിമിറ്റഡ് റൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ സലാഡൊക്കെ കൊള്ളായിരുന്നേ. അപ്പോൾ സ്പോട്ട് മറക്കണ്ട കേട്ടോ, മണക്കാടുള്ള ജബിലാനിയിലാണ്. പിന്നെ ഇവിടെ പോയി കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ പറ്റില്ല, ഇവിടെ ലൈം ജ്യൂസ് മാത്രമേ ഉള്ളൂ. ലൈം ജ്യൂസും അൺലിമിറ്റഡ്. ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ വീട്ടിലത്തെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ കേക്ക് ഒന്ന് നേരത്തെ ഓർഡർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മഫിൻ ഹൗസിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അമ്പലത്തറയിലുള്ള മഫിൻ ഹൗസാണ്. അപ്പോൾ മഫിൻ ഹൗസിൽ പോയിട്ട് ഒരു വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ കേക്കും ഓർഡർ ചെയ്തതിന് ശേഷം ഞാൻ തിരിഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ മഫിൻ ഹൗസിലെ സ്പെഷ്യൽ കൊറിയൻ ചീസ് ബണ്ണുണ്ടല്ലോ ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഞാൻ അതും ഒരെണ്ണം വീട്ടിലോട്ട് പാഴ്സൽ മേടിച്ചുകൊണ്ട് വന്നു. നൈസായിരുന്നു. ആ ഗാർലിക് സോസിൻ്റെ ഫ്ലേവറൊക്കെ വേറെ ലെവൽ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. 150 എന്തോ ആണ് ഒരു പീസിന്. റേറ്റ് ഇത്തിരി കൂടുതലാണ്. അപ്പോഴാണ് വീട്ടിൽ ചേച്ചി ബിരിയാണി വാങ്ങുന്നത് കണ്ടത്. അപ്പോൾ എനിക്കും ഒരു ബിരിയാണി വാങ്ങിയേ. അപ്പോൾ ഒരു ചിക്കൻ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു സിംഗിൾ പീസ് ചിക്കൻ ബിരിയാണിയാണ്. മട്ടൻ ബിരിയാണിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓർഡർ ചെയ്തിട്ടുള്ളത് സ്വിഗ്ഗിയിൽ നിന്ന് നമ്മുടെ ഗരം മസാലയിൽ നിന്നാണ്. ബിരിയാണി ഒട്ടും തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മട്ടൻ പീസ് ചെറിയ പീസായിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു, ഒരുപാട് പീസ് ഉണ്ടായിരുന്നു, പക്ഷെ ഒട്ടും പോരായിരുന്നേ. അങ്ങനെ രാവിലെയും രാത്രിയും ഒക്കെ ബിരിയാണി കഴിച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തു. കാരണം തലേ ദിവസം ഇത്രയും ഹെവി ആയിട്ട് ബിരിയാണിയൊക്കെ കയറിയതല്ലേ എന്ന് കരുതി. എന്നിട്ട് നമ്മുടെ ഫാമിലിയിലെ കുറച്ച് മെമ്പേഴ്സൊക്കെ അളിയനും അളിയൻ്റെ ബ്രദറൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ എവിടെയെങ്കിലും ഒരു സ്പോട്ടിൽ പോകാമെന്ന് കരുതിയിട്ട് നമ്മൾ കുറേ നാളായിട്ട് പോകാനിരുന്ന ഒരു സ്പോട്ടാണ് കുറവൻകുളത്തുള്ള സ്റ്റാർ ബിരിയാണി. അപ്പോൾ അവർ തമിഴ്നാടുമാണ്. അപ്പോൾ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയും കഴിക്കാമല്ലോ. എന്തല്ലേ, ഇനി ഒരാഴ്ചത്തേക്ക് ബിരിയാണി കഴിക്കില്ല എന്ന് പറഞ്ഞിരുന്ന ഞാനാണ് പിറ്റേ ദിവസം വീണ്ടും ഈ ബിരിയാണി വെട്ടിക്കയറ്റുന്നത്. അപ്പോൾ ആമ്പൂർ സ്റ്റൈൽ ബിരിയാണിയാണ് ഇവിടുത്തെ. ഞാൻ ചിക്കൻ 65 ബിരിയാണിയാണ് പറഞ്ഞത്. അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി മാത്രമേ ഇവിടെ ഉള്ളൂ. നോർമൽ ചിക്കൻ ബിരിയാണിയും ചിക്കൻ 65 ബിരിയാണിയും പിന്നെ സ്റ്റാർട്ടേഴ്സിലെ ലോലിപോപ്പും നമ്മുടെ 65 മാത്രമേ ഉള്ളൂ. അതൊക്കെ കഴിച്ചു. റൈസ് കൊള്ളായിരുന്നു, 65 ഓക്കെ ആയിരുന്നു. പക്ഷേ നോർമൽ ചിക്കൻ ബിരിയാണി ഒട്ടും പോരായിരുന്നേ. കിച്ചൺ മെയിൻ്റനൻസ് കാരണം അവിടെ അധികമൊന്നും ഐറ്റംസ് ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. എന്താണ് കാരണമെന്നൊന്നും അറിയത്തില്ല, ഒരു ഓക്കെ ഫീലായിരുന്നു. അങ്ങനെ തൊട്ടടുത്തുള്ള സുപ്രീം അപ്പർ കേസ്റ്റ് ബേക്കറിയിൽ കയറിയിട്ട് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പുഡിങ്ങിൽ ഒരു അല പുഡിങ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതൊരു പീസ് വാങ്ങിച്ചു. 25 30 എന്തോണം റേറ്റ്. അതിലൊരു എഗ്ഗിൻ്റെ ഫ്ലേവർ ഭയങ്കരമായിട്ട് നിൽക്കുന്ന ഒരു പുഡിങ് ആയിരുന്നു. സോ പുഡിങ്ങിൻ്റെ ടെക്സ്ചറൊക്കെ ഓക്കെ ആയിരുന്നു. അത് കാറിൽ വെച്ച് തന്നെ കഴിച്ചതിന് ശേഷം നമ്മളെ മോളിലാണ് കേട്ടോ പോയത്, നമ്മുടെ മോൾ ഓഫ് ട്രാവൻകൂറിലെ. പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഒരു ബോംബൈ ഹൽവയും പിന്നെ സ്ട്രോബെറി ഫില്ലിങ് വരുന്ന ഒരു ബണ്ണും പിന്നെ അവിടുത്തെ ആ ഫേമസ് ബട്ടർ ബണ്ണുണ്ടല്ലോ. ബട്ടർ ബണ്ണല്ല, ഇവിടെ പറയുന്നത് ക്രീം ബണ്ണെന്നാണ്. കോക്കനട്ട് പൗഡറൊക്കെ പുറത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ബോംബൈ ഹൽവയാണ് ഇവിടെ നിന്ന് കഴിച്ചു നോക്കിയത്. പിന്നെ സ്ട്രോബെറി ബണ്ണും. ബോംബൈ ഹൽവ കൊള്ളായിരുന്നു. നോർമലി നമ്മുടെ ഹൽവ പോലെ തന്നെ ഇരുന്നു, ജസ്റ്റ് ഒരു ജെല്ലി ടൈപ്പ് ഒരു ഫ്ലേവർ പോലെയും തോന്നിയായിരുന്നു. ആ ഒറ്റ പീസ് ഹൽവയ്ക്ക് ഭയങ്കര പാക്കിംഗ് ആയിരുന്നു കേട്ടോ. അഴിച്ചെടുക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഫസ്റ്റ് ബൈറ്റ് കഴിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ജെല്ലി ടൈപ്പ് ഫ്ലേവർ വരുന്ന ഒരു ഹൽവ. പിന്നെയാണ് നമ്മളിവിടുത്തെ സ്പെഷ്യൽ ക്രീം ബണ്ണ് കഴിച്ച് നോക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണല്ലേ, കഴിക്കാൻ തോന്നും. കാരണം അത്രയ്ക്ക് ബട്ടർ ഫില്ലിങ്സ് ഒക്കെ നല്ല രീതിയിലുണ്ട്. നോർമലി നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്ന ക്രീം അല്ല, കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയുള്ള ബട്ടർ ക്രീമാണ് യൂസ് ചെയ്തേക്കുന്നത് ഇതിൽ. പിന്നെ ആ ബട്ടറും നല്ല സോഫ്റ്റാണ്. സോറി, ബട്ടറല്ല, ബണ്ണ് നല്ല സോഫ്റ്റാണ്.
ആ ബണ്ണിൻ്റെ എല്ലാ സൈഡിലും തന്നെ ബട്ടർ ക്രീം നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ MOTയുടെ ഫുഡ് കോർട്ടിൽ പോയിട്ട് അവിടുത്തെ ചായന്ന് സാഫ്രോൺ ബ്ലാക്ക് ടീയും ജിഞ്ചർ ടീ 2 എണ്ണവും പിന്നെ ഒരു 2 പഴം നിറച്ചതും ഒരു സ്പ്രിംഗ് റോളുമാണ് ഇന്ന് നമ്മൾ മൊത്തത്തിൽ കഴിച്ചത്.